എല്ലാവരും സന്തോഷം അന്വേഷിച്ചിട്ടുള്ള യാത്രയാണ്. രാവിലെ എഴുന്നേറ്റ് തുടങ്ങിയാൽ നമുക്കിപ്പം യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫോണിലാണെങ്കിലൊക്കെ ഒരുപാട് സെർച്ചസും ഒരുപാട് ഇതും കാണാം. നമുക്ക് എങ്ങനെ ഹാപ്പി ആവാം? എങ്ങനെ നമുക്ക് നമ്മുടെ സന്തോഷം എന്താണെന്ന് തിരിച്ചറിയാം? നമുക്ക് എന്ത് വേണമെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അപ്പോൾ നമ്മള് ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കാണും എക്സൈറ്റഡ് ആയിട്ട് നമ്മളതിങ്ങനെയൊക്കെ ഓക്കെ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയ ട്രിഗർ മതി. ദെൻ വിൽ ബി ബാക്ക് ടു സ്റ്റേ നമ്മുടെ ആദ്യം നിന്ന സ്ഥലത്ത് തന്നെ നമ്മളെത്തും. ഇങ്ങനെയാണല്ലോ ഇപ്പൊ എല്ലാവരുടെയും ഒരു ലൈഫ് പോണെ. അപ്പോ ഗുരുജിയുടെ ഒരു പെർസ്പെക്റ്റീവില് എന്താണ് സന്തോഷം ആൻഡ് എങ്ങനെയാണ് ഈ ഒരു ബാലൻസ് നമ്മൾ കൊണ്ടുവരാ? 2 കാര്യങ്ങളേ ഉള്ളൂ ഇതില്. ഇത് വളരെ ഒരു ആഴത്തിലുള്ളതൊന്നുമല്ല. അറിയാത്തത് കൊണ്ടാണ് അതിന് വലിയ സീരിയസ്നെസ് വരുന്നത്. കമ്പൾസീവും, കോൺഷ്യസും ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഉം. കമ്പൾസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ചെയ്ത്. ഫോഴ്സ് ചെയ്യപ്പെടുന്നു, ഉം. നിയന്ത്രണാതീതമായിട്ടുള്ളത്. സബ്ജക്റ്റീവ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. കോൺഷ്യസ് എന്ന് പറയുന്നത് ഈ ആക്ഷനും റിയാക്ഷനും നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കും. ഉം. അപ്പോൾ നമ്മുടെ വികാരങ്ങൾ, ഉം. ഇമോഷൻസ്, ഹാപ്പിനെസ് എന്നെല്ലാം പറയുന്നത് ഹോർമോൺസ് ആണ്. ഉദാഹരണത്തിന് എങ്ങനെയാണ് നമുക്ക് ദേഷ്യം വരുന്നത്? ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ്, വാട്ട് ആർ യു ഡൂയിങ്, നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല, നിങ്ങൾ ആൾക്കാരെ പറ്റിക്കാനാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മെ ആ, അങ്ങ് അധിക്ഷേപിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത് ശരിയല്ല. നമുക്ക് ആ ഒരു ദേഷ്യം നമ്മുടെ അനുഭവത്തിൽ വരും. ശരിയല്ലേ? തീർച്ചയായിട്ടും. ആ. ഈ ആൾ അടുത്ത ദിവസം വന്നു, കയ്യിൽ വന്ന് പിടിച്ചിട്ട് പറഞ്ഞു, ഉം. സോറി കേട്ടോ, ഞാൻ അറിഞ്ഞില്ല, എന്നത് ഇയാൾ പറഞ്ഞിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഇത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പോയി നിങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചത്. നിങ്ങൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മെ അങ്ങ് നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് പുകഴ്ത്തുകയാണ്. എന്ത് തോന്നും? സന്തോഷം. സന്തോഷം തോന്നും. ഇവിടെ എങ്ങനെയാണ് ഈ ദേഷ്യവും സന്തോഷവും വന്നത്? ആദ്യം ഇയാൾ സെയിം മനുഷ്യൻ, സെയിം എൻവയോൺമെൻറ്റ്, വാക്കുകൾ സെയിം മീഡിയത്തിലൂടെ നമ്മുടെ ചെവിയിൽ വീണു അല്ലേ? വൈബ്രേറ്റ് ചെയ്തു, ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്ത് ആ ശബ്ദ തരംഗങ്ങളെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകളാക്കി കൺവേർട്ട് ചെയ്തു, നമ്മുടെ മെമ്മറി സ്റ്റോറേജിൽ കൊണ്ടുപോയി ട്രിഗർ ചെയ്തു. ന്യൂറോ റിസപ്റ്റേഴ്സും മോഡുലേറ്റേഴ്സും ചേർന്ന് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നൊരു കണ്ടീഷൻ ഉണ്ടായി. ഇതാണ് എൻ്റെ കെമിസ്ട്രി. ആ പ്ലാസ്റ്റിസിറ്റി, ന്യൂറോ പ്ലാസ്റ്റിസിറ്റിക്ക് അനുസരിച്ചിട്ട് ഒരു കൺക്ലൂഷനിലെത്തും, ദിസ് ഈസ് എഗെയിൻസ്റ്റ് മൈ പ്രസ്റ്റീജ്. ഉം. കൺക്ലൂഷൻ. ഉം. ആ കൺക്ലൂഷൻ അഡ്രിനൽ ഗ്ലാൻഡിനെ ട്രിഗർ ചെയ്യും, അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യും. അഡ്രിനാലിൻ ബ്ലഡിൽ വരുമ്പോഴാണ് നമുക്ക് ദേഷ്യം എന്ന വികാരം ഉണ്ടാകുന്നത്. സോ ഇറ്റ്സ് എ ഗ്ലാൻഡ് ആൻഡ് ഇറ്റ്സ് എ ഹോർമോൺ. അടുത്ത ദിവസം ഇതേ ആൾ, ഇതേ എൻവയോൺമെൻറ്റ്, ഇതേ മീഡിയം, ഇതേ പ്രോസസ്സ്, പക്ഷേ കൺക്ലൂഷൻ എന്താണ്? എല്ലാം നല്ലതാണ്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് അഡ്രിനൽ ഗ്ലാൻഡ്, അവർ പിറ്റ്യൂട്ടറി ഈസ് ട്രിഗേർഡ് ഓർ പീനിയൽ ഈസ് ട്രിഗേർഡ്. അപ്പോൾ ഓക്സിറ്റോസിൻ, ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് ഉണ്ടായത്. അപ്പോഴാണ് നമുക്ക് ഒരു ഗൂസ് ബമ്പും കാര്യങ്ങളെല്ലാം കൂടി. അപ്പോൾ ഇവിടെ രണ്ടും പ്രവർത്തിച്ചത് എവിടെ? ആരാ? ഗ്ലാൻസ്. പ്രാണാപാനയോർ ഗ്രന്ഥി രജപേത്യഭിധീയതേ. നിങ്ങളുടെ രാജ എന്ന് വെച്ചാൽ ആക്ടിവിറ്റി, രജസ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനം. എല്ലാ വികാര വിചാരങ്ങളും നിയന്ത്രിക്കുന്നത് ആര്? ഹോർമോൺസാണ്. ഹോർമോൺസ് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗ്ലാൻഡുകൾ, ഗ്രന്ഥികളാണ്. അപ്പോൾ എനിക്ക് ഹാപ്പിനെസ് വേണമെന്നോ, എനിക്ക് ആങ്കർ വേണമെന്നോ, എനിക്ക് പിന്നെ എന്താണ് ആങ്സൈറ്റി വേണമെന്നോ ആരാ തീരുമാനിക്കുന്നത്? എൻ്റെ ഗ്ലാൻഡുകളാണ്. പക്ഷേ അത് കമ്പൾസീവ് ആയാൽ ഐ ആം ആൻ അഡിക്റ്റ് ഓർ ഐ ആം എ സ്ലേവ് ഓഫ് ദാറ്റ്. ഉം. ബാഹ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളിലാണ് എൻ്റെ ജീവിതം ഇങ്ങനെ അടിമയായിട്ട് പോണത്. എന്നാൽ എൻ്റെ ഗ്രന്ഥികളുടെ പ്രവർത്തനം ഞാൻ നിയന്ത്രിച്ചാൽ, കോൺഷ്യസ് ആയാൽ, ഐ വിൽ ബി ഹാവിങ് ദ ലൈഫ് ഓഫ് എ മാസ്റ്റർ ഓർ എ വിന്നർ. അതർവൈസ് ഐ വിൽ ഹാവ് ദ ലൈഫ് ഓഫ് എ സ്ലേവ്. അപ്പോൾ അടിമയുടെ ജീവിതം വേണോ ഉടമയുടെ ജീവിതം വേണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഇഫ് യു ക്യാൻ കൺട്രോൾ നിങ്ങളുടെ ഗ്രന്ഥികളുടെ പ്രവർത്തനം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഉടമയായി. അത് എപ്പോഴെങ്കിലും ബാഹ്യ പ്രേരണകൾക്ക് അധീനമായിരുന്നാൽ നിങ്ങൾ അടിമയായിട്ട് ജീവിക്കും. ഇതുകൊണ്ടാണ് എല്ലാവർക്കും സന്തോഷം വേണം, സ്വാതന്ത്ര്യം വേണം. സ്വാതന്ത്ര്യം ശക്തിയാണ്. അത് ആർജിക്കണമെങ്കിൽ യു മസ്റ്റ് ഗെറ്റ് കൺട്രോൾ ഓവർ യുവർ ഗ്ലാൻസ്. ഗ്രന്ഥികളുടെ നിയന്ത്രണം ശ്വാസ നിയന്ത്രണത്തിലൂടെ നേടിയെടുത്താൽ മൈൻഡ്ഫുൾനെസ് എന്ന അവസ്ഥ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പറ്റും. അതെപ്പോഴും നമ്മുടെ എൻഡോർഫിൻസിനെ, ഹാപ്പി ഹോർമോൺസ് എന്നൊക്കെ പറയില്ല, ഇതിനെ നമുക്ക് ആക്റ്റീവ് ആക്കിക്കൊണ്ടിരിക്കാം.
ഒരാൾ ഒരു തെറ്റായ കാര്യം എന്നോട് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ നോക്കി എൻ്റെ ശ്വാസത്തെ നിയന്ത്രിച്ച് അഡ്രിനൽ ഗ്ലാൻഡിനോട് പറയും, മിണ്ടായിരിടാ, നീ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അയാളുടെ ഈ അധിക്ഷേപ വാക്കുകൾ എൻ്റെ മനസ്സിൽ പ്രോസസ്സ് ചെയ്യപ്പെടില്ല. ഇല്ല. പ്രോസസ്സ് ചെയ്യപ്പെട്ടാൽ പോലും ഗ്ലാൻഡിനെ ആക്റ്റീവ് ആക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഐ ആം കോൺഷ്യസ് എബൌട്ട് ദാറ്റ് സിറ്റുവേഷൻ. അതാണ് സ്വതന്ത്രത. ഇയാൾ എത്ര ട്രിഗർ ചെയ്താലും ഐ ആം നോട്ട് ഇൻഫ്ലുവൻസ്ഡ്. എന്നാൽ കമ്പൾസീവായിട്ട് ആ വാക്കുകൾ വന്നു എൻ്റെ നിയന്ത്രണത്തിന് അതീതമായി ഗ്ലാൻഡ് പ്രവർത്തിച്ചാൽ ഐ വിൽ ബിക്കം ഫ്യൂറിയസ് ആൻഡ് ഐ വിൽ പുട്ട് മൈസെൽഫ് ഇൻ ടു ട്രബിൾ. നിമിഷങ്ങൾ കൊണ്ട് എൻ്റെ ആനന്ദം ഇല്ലാതായി ഞാൻ ദുഃഖിതനായി മാറും. ഇതാണ് ഗ്ലാൻഡുകളുടെ പ്രവർത്തനമാണ് വേണ്ടത്. ആചാര്യൻ പറയുന്നു, ഗ്രന്ഥി, ഗെറ്റ് കൺട്രോൾ ഓവർ യുവർ ഗ്ലാൻഡ്സ്.